കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ നീത കെ ഗോപാൽ, നമുക്കറിയാം 8 ദിവസം മുൻപാണ് ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഒരു നേരത്തെ കാലവർഷം എത്താനുള്ള ഒരു കാരണം? കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ തന്നെയാണോ ഇതിന് പ്രധാനമായി കാരണമായി പറയാനുള്ളത്? ഇല്ല, കാലവർഷം ഇതിനു മുൻപും നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു 2009 23 മെയ്യിലാണ് വന്നത്. അപ്പൊ അങ്ങനെ കാലവർഷം 71 മുതലുള്ള ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 1974 1990 18 മെയ്യിൽ കാലവർഷം എത്തിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ കാലവർഷം എത്തുന്നത് അത്ര ഒരു എന്താ പറയാ ഒരു സാധാരണ കാര്യമായിട്ട് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. അതുപോലെ 2009 ഇതിനു മുമ്പ് 23 മെയ്യിലാണ് അന്ന് കാലവർഷം എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കാലവർഷം നേരത്തെ എത്തിയിട്ടുണ്ട്. ഈ റീസെന്റ് പാസ്റ്റ് എടുത്തു കഴിഞ്ഞാലും എത്തിയിട്ടുണ്ട്. പിന്നെ മൺസൂൺ പ്രവാഹത്തിന്റെ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ഒരു കനത്ത മഴയോട് കൂടിയുള്ള ഒരു ഓൺസെറ്റ് നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ശക്തിയുള്ള ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷ പ്രവാഹം കുറച്ച് ദിവസം കൂടി നീണ്ടു നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ഈ വരുന്ന ദിവസങ്ങളിൽ റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ നേരത്തെ കാലവർഷം എത്തുന്നത് മഴയുടെ അളവിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. നിലവിൽ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ വലിയ രീതിയിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഈ ഒരു ശക്തമായ മഴ തന്നെ ആകുമോ വരും ദിവസങ്ങളിലും തുടരുക? നേരത്തെ കാലവർഷം എത്തുന്നതും നമുക്ക് കാലവർഷകാലത്ത് കിട്ടുന്ന മൊത്തം മഴയുടെ അളവും തമ്മിൽ അങ്ങനെ നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ നേരത്തെ കാലവർഷം എത്തിയിട്ടുള്ള വർഷങ്ങളിൽ ചില വർഷങ്ങളിലെങ്കിലും നമുക്ക് ശരാശരിയിൽ കൂടുതൽ മഴ കേരളത്തിൽ കിട്ടിയിട്ടുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്. പിന്നെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ മഴയുടെ അളവിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയും അത് എത്രത്തോളം ഉയരത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് പ്രകടമാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. കേരളത്തിലെ മഴ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ അറബിക്കടലിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വന്നു വരുന്ന ഈ നീരാവി നിറഞ്ഞ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുമാണ് നമ്മളുടെ മഴയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശക്തിയായ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള പോലെ ഈ മലനിരകളിൽ തട്ടി അത് ഉയർന്ന് തണുത്തുറഞ്ഞ് നീരാവി തണുത്തുറഞ്ഞ് മഴയായി പെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും. അപ്പം നല്ല ശക്തിയുള്ള കാറ്റ് വളരെ അധികം ഉയരത്തിലുണ്ടെങ്കിൽ കൂടുതൽ നീരാവി നമ്മുടെ കേരളത്തിന്റെ മുകളിലേക്ക് വരികയും അതിനനുസരിച്ചിട്ട് മഴ കൂടുകയാണ് ചെയ്യുന്നത്. പൊതുവെ കാലവർഷ കാലത്തുണ്ടാകുന്ന മഴയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാമല്ലോ, ഈ വേനൽ മഴയെന്ന് അപേക്ഷിച്ച് കൂടുതലായി മഴ ലഭിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എന്തൊക്കെ മുൻകരുതൽ അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു മഴയുടെ പ്രത്യേകത? ഏത് സമയങ്ങളിലാകും കൂടുതൽ മഴ ലഭിക്കാവുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാ സമയങ്ങളിലും ഇത്തരത്തിൽ? ഇല്ല, അങ്ങനെയുണ്ട്. വേനൽ മഴയും കാലവർഷക്കാലത്തെ മഴയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. വേനൽ മഴ എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ പെയ്യാറുള്ളൂ. പക്ഷേ കാലവർഷക്കാലത്തിന്റെ മഴ എന്ന് പറഞ്ഞാൽ പരക്കെ വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും തന്നെ മഴ പെയ്യും. അപ്പൊ ആകാശം തന്നെ ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാറ്റലൈറ്റ് പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിന് മുകളിലും കേരളത്തോട് അടുത്ത് കിടക്കുന്ന അറബിക്കടലിലും ലക്ഷദ്വീപിലും എല്ലാം വ്യാപകമായിട്ട് വലിയ എന്താ പറയുക ഷീറ്റ് കണക്ക് പോലെ ഉള്ള മേഘങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ നേരെ മറിച്ച് വേനൽ മഴ ഉണ്ടാകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി മഴ ഉണ്ടാകുന്നു. അതൊരു മാക്സിമം 1 മണിക്കൂറിനകത്ത് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നു, മഴ പെയ്യും, എല്ലാം കഴിയും. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറുണ്ട്. ഇത് നേരെ മറിച്ച് ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കും ഇതുപോലെയുള്ള ശക്തമായ മഴ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന മഴ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റത് ഓരോ ദിവസവും ഉച്ച കഴിഞ്ഞുണ്ടാകുന്നു, ഉണ്ടായി അത് തീരുന്നു. പിറ്റേ ദിവസം രാവിലെ മേഘം ഒക്കെ മാറി ആകാശം തെളിയുന്നു. ഇത് കാലവർഷകാലത്ത് അങ്ങനെയല്ല. നമുക്ക് അടുപ്പിച്ച് കുറേ ദിവസങ്ങളിലേക്ക് മഴയുണ്ടാകും. പിന്നെ കാലവർഷകാലത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് നമുക്ക് നേരം വെളുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിലാണ്. അതായത് രാത്രി കാലങ്ങളിലാണ് പൊതുവെ ഏറ്റവും കൂടുതൽ മഴ കാലവർഷകാലത്ത് നമ്മളുടെ കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്ക് രാത്രി യാത്ര വേണ്ടെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണവും അതാണ്.
അത്തരത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുജനങ്ങൾ പൊതുവെ നമുക്കറിയാം ഈ പൊതുവായുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാത്രികാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മഴ അത് നമുക്ക് വലിയ രീതിയിൽ ആശങ്ക തന്നെയാകും. പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് പ്രത്യേകമായി ജാഗ്രത വേണ്ടത്? മലയോര മേഖലയിലാണോ അതോ ഈ കടൽ തീരത്തിന്റെ പ്രദേശത്താണോ? എവിടെയൊക്കെയാണ് നമ്മൾ പെട്ടെന്നൊരു കാലാവസ്ഥയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പൊ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മിക്കവാറും എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ജാഗ്രത തന്നെ പാലിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾക്ക് കടലോര മേഖലകളിൽ ഈ നമ്മുടെ തിരയേറ്റത്തിന്റെ ഒരു സാധ്യതയുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകളുണ്ട്. പിന്നെ 2 ദിവസത്തേക്ക് ശക്തിയായ കാറ്റുണ്ടാകും നമുക്ക്. അപ്പൊ പിന്നെ മലയോര മേഖലകളിൽ ഈ പറഞ്ഞ പോലെ മഴയുടെ അളവ് കൂടുതലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം എല്ലാ മേഖലകളിലും ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഈ വരുന്ന 3-4 ദിവസത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശരി, വളരെയധികം നന്ദി പ്രതികരണത്തിന്.